ഇസ്രായേലിൽ 1,05,00,000 പേർക്ക് കുപ്പായം. ഇവിടെ രക്തമഴ പെയ്തിറങ്ങാൻ പോകുന്നു. ഇതാ ഇന്ന് ലോകരാജ്യങ്ങൾ പേടിക്കുന്നത്, ദയവേത് ഇത് കൊടയരുത്, ലോകം തീരും. കാപ്പയിടുന്നത് രക്തവെള്ളം, അത് കഴിഞ്ഞതിന് ശേഷം തുണി കഴുകുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തല വീഴുന്നത് രക്തവെള്ളം. ഇറാൻ, ഇസ്രയേലും ഇറാനും 1890 കിലോമീറ്റർ. ഷഗാബ് 3 എന്ന് പറയുന്ന ഇസ്രയേലിനെതിരെ ഒരു മിസൈൽ ഉണ്ടാക്കി. ആരാ? ഇറാൻ. 4500. അത് കേട്ടിട്ട് ആരാണെന്നറിയാമോ? ഇസ്രയേലിലെ അന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ വിളിച്ചു, മക്കളെ മക്കളെ മക്കളെ, ദാണ്ട ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞാണ്ട് അവൻ്റെ കയ്യിൽ 4500 മീറ്റർ പോകുന്ന മിസൈൽ ഇരിക്കുക. ഷഗാബ് 3. മിക്കവാറും റേഡിയേഷൻ ഫോർമുലയും കൂടെ വെച്ചാൽ നമ്മൾ തീരും. അതിനൊരു രക്ഷാകവചം വേണം. എല്ലാവരും കേട്ടാട്ടെ. അവർ പറഞ്ഞു, സാറെ പേടിക്കണ്ട, 8 അടി കോൺക്രീറ്റ് മനുഷ്യനെ ഇറക്കിയാൽ റേഡിയേഷൻ എത്തത്തില്ല. അതുകൊണ്ടാണ് ഈ ഇസ്രായേലിൽ സൈറൻ വരുമ്പോൾ അപ്പന്മാരെയും അമ്മമാരെയും കൊണ്ട് നെയ്യാറ്റിൻകര മാർത്താണ്ട കളിക്കാവിളയുള്ള കെയർടേക്കറിലെ പെൺകുഞ്ഞുങ്ങൾ ഒറ്റ പോക്ക് താഴെ ബങ്കറിൽ ഷട്ടർ ഇടും. അവിടെ ലൈറ്റും ഉണ്ട്, അതിനകത്ത് നല്ല ഇൻവെർട്ടറുമുണ്ട്. ഇവിടെ സപ്ലൈ ഫെയിലുറായാലും എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു. അവർ പറഞ്ഞു, പരിഹാരം തരാം. ഇന്ന് രാത്രി അവർ കണ്ടുപിടിച്ചു. എല്ലാവരും കേട്ടാട്ടെ. അവർ കണ്ടുപിടിച്ചു ഒരു കുപ്പായം. അതിൻ്റെ പേരാ കർത്തയ്യത്തിൻ്റെ കുപ്പായം. എന്താ? ഇന്ന് ഇസ്രയേലിനകത്ത് ഏത് രാഷ്ട്രം മാരകായുധം പ്രയോഗിച്ചാലും അവരുടെ ശരീരത്തിനകത്ത് റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ അവരൊരു കുപ്പായമുണ്ടാക്കി. കർത്തയ്യം. നിങ്ങളുടെ റേഡിയോയും ടി വി ആംപ്ലിഫയറും ഒക്കെ കടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടെക്നീഷ്യൻ ഒട്ടിക്കുന്ന ഒരു കോയിലുണ്ട്, അതിൻ്റെ പേരെ കർത്തയ്യം, ഇടിയേക്കാത്ത സാധനം. അത് വെച്ച് അവർ കുപ്പായമുണ്ടാക്കി. ഇന്ന് രാത്രി ഇസ്രയേലിൽ 1,05,00,000 പേർക്ക് കുപ്പായം. ആരാ? ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയല്ല, കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറല്ല, ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ അല്ല, അല്ലെങ്കിൽ ഭൂമിയുടെ ശാസ്ത്രം പഠിച്ച ന്യൂട്ടൺ അല്ല, അല്ലെ ഗലീലിയോ അല്ല. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. പണ്ടൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച് എവിടെ പോയെന്നറിയാമോ? അവൻ ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാൻ പെൺപിള്ളാരുടെ ഫോട്ടോ എല്ലാം അവൻ്റെ വാട്സപ്പിൽ കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാ നമ്മുടെ കണ്ണുമാമൂട് നിർമ്മൽ കൃഷ്ണ പൊട്ടിയത്. ലാബാൻ്റെ പൈസ അതിനകത്തായിരുന്നു. സന്തോഷമില്ലല്ലോ. ബാക്കി കണ്ടലയിലുമായിരുന്നു. സ്വത്രം. ലാബാനാകെ പ്രശ്നത്തിലായി. ആ നാടിന് ഈ വല്ലാത്തൊരു മന്ദരോഗവും വന്നു. വെള്ളയാടിന് പനിച്ചുമൂട്ടി കയറ്റി, വെള്ളരുടെ കയറ്റി, പാറശാല ചന്തയിൽ കയറ്റി, രക്ഷയില്ല. അപ്പോൾ യാക്കോബിനെ വിളിച്ചു. കുഞ്ഞ്, നിർമ്മൽ കൃഷ്ണ ഇട്ടതെല്ലാം പോയി, ആട്ടിന് മന്ത്രരോഗം, കുഞ്ഞ് എങ്ങനെങ്കിലും ഒന്നെന്ന് രക്ഷിക്കണം. ഉടനെ യാക്കോബ് പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാകും. മനസ്സിലാകുന്നവർക്ക് ശോത്രം. അതിനാസ്പദമായിട്ടൊരു കാര്യം ചെയ്തു. ആട് വെള്ളം കുടിക്കാൻ വന്നു. അവൻ ആദ്യം പുന്നപടി ഞെരിഞ്ഞൽ പടി വെച്ച് കാടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഉൽപ്പത്തിയൊക്കെ വായിക്കണം. സ്വത്രം. ആട് പേടിച്ചു പോയി. ആട് പേടിച്ച് വെള്ളം കുടിച്ചു, ചെനയറ്റു. 6-ാം മാസം ദാ പ്രസവിച്ചു. കറുത്താട്, വരയാട്. അപ്പോൾ ആട്ടിന് കളർ മാറ്റിയത് ആരാ? പൂജപ്പുര രാജീവ് ഗാന്ധി സെൻറ്റർ ബയോടെക്നോളജി അല്ല, മണ്ണുത്തി സർവകലാശാലയല്ല. അത് കഴിഞ്ഞിട്ട് തക്കല നിംസ് അല്ല ആദ്യത്തെ ആട്ടിന് കളർ മാറ്റിയത്. ആദ്യത്തെ ആട്ടിന് കളർ മാറ്റിയ വല്ലപ്പൻ ഇസ്രായേൽ യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ അവൻ്റെ ടെക്നോളജി എന്താ? സന്തോഷമില്ലല്ലോ. സ്വത്ര. മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി ആട്ടിന് കള്ളർ മാറ്റി ആദ്യത്തെ ശാസ്ത്രജ്ഞനായ യാക്കോബ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 1,05,00,000 പേർക്ക് പുതപ്പിക്കാൻ നല്ല കുപ്പായം ഇസ്രായേലിൻ്റെ കൈ. ബാക്കിയൂടെ കേട്ടോ ചെറുപ്പക്കാർ. സീനായിൽ മരിച്ചവർ, പല മരിച്ച അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഈ കുപ്പായം കൊണ്ടവർ കടത്തി. നമ്മൾ നല്ല കോട്ടിടുന്നവർ. എന്നിട്ട് ഇസ്രായേലിൻ്റെ പ്ലെയിനിൽ നിന്ന് തന്നെ റേഡിയേഷൻ കൊടുത്തവരെ ശരീരത്തിൽ കോട്ടി കൂടെ കയറുന്നത് അവർ നോക്കിയില്ല. ഇന്ന് രാത്രി 1,05,00,000 പേർക്ക് ഇസ്രായേലിനകത്ത് പുതയ്ക്കാൻ നല്ല റേഡിയേറ്റഡ് ജനറേറ്റിംഗ് ചെയ്യുന്ന കുപ്പായം. നമുക്ക് വല്ല കുപ്പായമുണ്ടോ? എല്ലാം ഇവിടെ തീർന്നിരിക്കുന്നു. സ്വത്രം. എന്നാൽ ഇന്ന് രാത്രി പണ്ടാരക്കോണത്തിരിക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു കുപ്പായം കിട്ടി. എവിടെ? 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യഹൂദന് ക്രൂശിക്കുവാൻ യേശുവിനെ കിട്ടി. പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം കിട്ടി. ആ ഒറ്റ കൊടുത്ത യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. ഇവിടുത്തെ മലയാളിക്കും തമിഴിനും യേശുവിന് ഉയർത്തിയും അടക്കിയും കൊണ്ട് ബാറുഹോട്ടലുകാരന് ഇഷ്ടം പോലെ കാശ് കിട്ടി. എന്നാൽ നമുക്ക് കാൽവറിയിൽ ഒന്ന് കിട്ടി. ഏതാത്? രക്ഷയുടെ വസ്ത്രം. കരമുയർത്തുന്നവർക്കായി ഒന്നാമത്തെ യാദവ് ഏതന്റെ പൂങ്കാവനത്തിനകത്ത് ദൈവത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദവ് കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്കായി അവൻ പരമയാഗമായി. മരണമേ, നിന്റെ ജയമെവിടെ? പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തെയും പാതാളത്തെയും തകർത്തുയർത്തെഴുന്നേറ്റവൻ നമുക്കൊരു കുപ്പായം തന്നു. അതിൻ്റെ പേര് രക്ഷയുടെ വസ്ത്രം. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് അപ്പച്ചന്മാർ പാടി, പൊന്മണി മാലയവൻ എനിക്ക് തരും ശുഭ്രവസ്ത്രം, നാഥൻ എന്നെ ധരിപ്പിക്കും. ഇന്ന് രാത്രി യഹൂദന് കുപ്പായോ. അങ്ങനെയെങ്കിൽ ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ കേട്ടാട്ട്. സെക്കരിയാ പ്രവചനം 14:12. എല്ലാവരും കേൾക്കണം. സെക്കരിയാ പ്രവചനം 14:12 വായിക്കാൻ മോളെ. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ എടുക്കാം.
യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെ. ഇസ്രായേലിനെ ആരും തൊടാത്ത കാര്യം ഇപ്പൊ പറയാൻ പോവുക. ലൈവും കേട്ടോണം. ഇസ്രായേലിനെ ആരും തൊടത്തില്ല. യെരൂശലേമിനോട് യുദ്ധം ചെയ്യാമെന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ. അടുത്ത വാക്ക്, അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ മാംസം ചീഞ്ഞഴുകി പോകും. അതാ ശരീരത്തിനുള്ള മാംസം ചീഞ്ഞഴുകും. ഇതാണ് ഇന്ന് യഹൂദന് ഒരുത്തർക്കും തൊടാൻ പറ്റാത്തത്. കേട്ടോ, ഇവിടെ ഒരു കാര്യം. 1993 എല്ലാവരും കേൾക്കണം. 1993 അന്ന് ഇസ്രായേൽ ആദ്യമായിട്ട് ലോകരാജ്യങ്ങളെ വെള്ളി പിടിക്കാൻ തുടങ്ങി. 98 ക്രിക്കറ്റ് ബാളിനകത്ത് അപ്പൂപ്പൻ താടി പോലെ ഒരു തരം വൈറസിനെ ഉണ്ടാക്കി. അതിനവർ വിളിച്ച പേരാ എത്തനിക് ബോംബ്. നോട്ട് ചെയ്യുന്നവർക്കായി. പലരും വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടും, എൻ്റെ സഹോദര ഇതൊക്കെ നീ ഒന്ന് പ്രസംഗിക്കുക, എന്നിട്ട് കമൻ്റ് ഇട്ടോ. എത്തനിക് ബോംബ് അതിന്ന് ഇസ്രായേലിലുണ്ട്. അന്നേ അമേരിക്ക പറഞ്ഞത് ശരിയല്ല. 2001 ആയപ്പോൾ ഇസ്രായേൽ വേറൊരു കാര്യം കൂടെ വികസിപ്പിച്ചു. അതിൻ്റെ പേരാ കയ്യിലടിക്കുന്ന സ്പ്രേ. ഞാനും എഡ്വിൻ പാഷൂടെ ഇപ്പം നെയ്യാറ്റിങ്കര പോകുന്നു. ഞങ്ങൾക്ക് വിരോധമുള്ള യഹൂദൻ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് ഓരോ ചായയും തന്നിട്ട് പറഞ്ഞു, പാസ്റ്റർമാരൊന്ന് സ്പ്രേ അടിച്ചേക്കായി. ഞങ്ങളുടെ കയ്യിൽ അവർ ഇച്ചിരി സ്പ്രേ അടിച്ചു. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്ലഡ് ക്ലോട്ടായി, രണ്ടും തീർന്നു. സന്തോഷമില്ലല്ലോ. അവൻ്റെ കയ്യിലിരിക്കുന്ന സ്പ്രേ, അയ്യോ നിബിയായല്ല, സ്വോത്രം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മനസ്സിലാക്കുന്നവർക്കായി. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സ്പ്രേയോ 2001 ഇസ്രായേൽ വികസിപ്പിച്ചു. അതുകൊണ്ടാണ് യഹൂദനോട് ആരും കളിക്കാൻ പോകത്തത്. വഴിയരികെ വന്നടിച്ചാൽ 4 മണിക്കൂറുണ്ട് നമ്മുടെ കാര്യം പോകും. ബ്ലഡ് ഓടത്തില്ല, സ്ട്രക്കാവും. അങ്ങനെയുള്ള സ്പ്രേ. അത് കഴിഞ്ഞിട്ടാ അവൻ ഈ പ്രത്യേകതരം ഒരു പൊടി ഉണ്ടാക്കി. അതിൻ്റെ പേരാ വൈറ്റ് ഫോസ്ഫറസ്. ഇതാ ഇന്ന് ലോകരാജ്യങ്ങൾ പേടിക്കുന്നത്. എന്താ വൈറ്റ് ഫോസ്ഫറസ്? ഈ പൊടി കുടഞ്ഞാൽ അന്തരീക്ഷത്തിനകത്തൂടെ ഒരു മണം പോലെ വരും. നമ്മുടെ മൂക്കിനകത്ത് കയറിയാൽ ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും, നട്ടല് കുനിഞ്ഞു പോകും. അതാ കുഞ്ഞ് പറഞ്ഞ്, അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവർ കുനിയും, മാംസം ചീഞ്ഞടിയും. ഇതാ വൈറ്റ് ഫോസ്ഫറസ്. ഇന്നാള് തുർക്കിയുടെ നേതാവ് ഇസ്രായേലിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഉടനെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പൊടി കുടയണോ വേണ്ടയോ എന്ന്. മനസ്സിലാകുന്നവർക്ക് ശോത്രം. അതുകൊണ്ട് ബാക്കിയൂടെ കേട്ടോണോ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അറബ് ലീഗ് സൗദി അറേബ്യ കൂടി ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞ് വെടി നിർത്താൻ. അവൻ പറഞ്ഞു, ഞങ്ങൾ പൊടി കുടയും. എല്ലാവരും സ്ഥലം വിട്ടു. ഖത്തറിൽ കൂടി പൊടി കുടയാൻ. ആ സമയത്ത് റഷ്യയുടെ നേതാവ് പറഞ്ഞു, കുടയരുത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രസിഡൻ്റാ, ആ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇന്നത്തെ നേതാവ് നമ്മുടെ അന്തോണിസ് ഗുട്ടറാസ്, അദ്ദേഹം ഇസ്രായേലിലെ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞു, സാറ് ദയവേത് ഇത് കുടയരുത്, ലോകം തീരും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇത് കുടയാൻ സാധ്യത. ബാക്കി കൂടെ പറഞ്ഞുതരാം. ഇത് കുടയുന്നതിൻ്റെ പ്രത്യേകത എന്താ? അന്തരീക്ഷത്തിൽ ഇസ്രായേലിന് 602 ഫൈറ്റർ വിമാനമുണ്ട്. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. അതിൻ്റെ പ്രത്യേകതയോ, ലോകത്ത് എവിടെ പോയിട്ട് അടിച്ചിട്ട് വരാനും ഇസ്രായേലിൽ വിമാനമുണ്ട്. മാത്രമല്ല 300 പെങ്കൊച്ചുങ്ങളാണ് വിമാനം ഓടിക്കുന്നതെന്ന്. സന്തോഷമില്ലല്ലോ. നമ്മുടെ പണ്ടാരക്കോണത്തെ കുഞ്ഞമ്മ സിസ്റ്റർ ആക്റ്റീവ് ഓടിക്കുന്ന പോലെ ഇസ്രായേലിലെ പെണ്ണുങ്ങൾ വിമാനം ഓടിക്കുന്നതെന്ന്. സന്തോഷമില്ലല്ലോ. അത് കണ്ടിട്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ 2 പെൺപിള്ളേർ മോഡി സാറിനോട് പറഞ്ഞ് ഞങ്ങൾ പാകിസ്ഥാനിൽ പോയിട്ടിട്ട് വരാമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വതന്ത്രം. അങ്ങനെ 2 വനിതാ പൈലറ്റുമാർ പോയ ഡിമോന എന്ന് പറയുന്ന ഭൂമിക്കടിയിലാണ് ഇസ്രായേലിൻ്റെ എയർബേസ്. അവിടെ 300 വിമാനം തയ്യാറാവും. പെൺകൊച്ചുങ്ങൾ ഇങ്ങനെ ചിക്കൻ സാൻഡ്വിച്ച് തിന്നിരിക്കുക. എപ്പോൾ അലാറം കേൾക്കുന്ന ഒറ്റ പോക്ക്. മനസ്സിലാകുന്നവർക്കായി എവിടെയും പോയി അടിച്ചിട്ട് വരാം. അവർ കുടഞ്ഞാൽ ലോകം തീരും. അതിനൊരു പേര് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ അമേരിക്കയോട് എല്ലാവരോടും പറഞ്ഞു, ഞങ്ങൾ പോയാൽ 1,02,00,000, ലോകം പോയാൽ 800 കോടി. അതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. കരമുയർത്തുന്നവർക്കായി. ബാക്കിയൂടെ പണ്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ പേരാ സാംസൺ ആക്ഷൻ. പണ്ട് നമ്മുടെ ശിംശോൻ ഉണ്ടല്ലേ, ഒരമ്മമ്മയുടെ മടിയിൽ പോയി തല വെച്ചു. മനസ്സിലാക്കുന്നവർക്കായി. അമ്മമ്മ മുടിയെല്ലാം മുറിച്ച് മാറ്റി. അവൻ്റെ ശക്തിയും പോയി. ശിംശോനൊക്കെ എവിടെ കൊണ്ടുപോയി? ഗാസയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച ഇന്നത്തെ. എന്നിട്ട് ആ പാവപ്പെട്ടവനെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചവനെ എന്തോ ഇതെന്നറിയോ? ദാഗോൻ്റെ ക്ഷേത്രക്കുളത്തിൽ ഇറക്കി മുക്കി. ഇസ്രായേൽ കാണെ പലസ്തീർ മുഴുവൻ കൈയടിച്ചു. അവസാനം അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചവനൊരു വല്ലാത്ത അവസ്ഥയിലായപ്പോൾ കാണാൻ വയ്യാത്ത സാംസൺ ശിംശോൻ സ്വർഗത്തോടൊരു കാര്യം പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ തൂണുകളിൽ ബന്ധിച്ചപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഒരിക്കൽ കൂടി ആ ശക്തി എൻ്റെ മേൽ തരണം. മനസ്സിലാകുന്നവർക്കായി. ഓ, ഇന്ന് രാത്രി കേട്ടോ കേട്ടോ കേട്ടോ, ഒരിക്കൽ കൂടി അവൻ്റെ ശക്തി കൊടുത്തു. സ്വോത്രം. പോയത് ശിംശോൻ ഒറ്റയെണ്ണം, ബാക്കി 1000 അവിടെ തീർന്നു. മനസ്സിലാകുന്നവർക്കായി. അതാ ഇന്ന് ഇസ്രായേൽ പറയുന്ന സാംസൺ ആക്ഷൻ. ഇന്ന് ഞങ്ങളോട് ലോകരാജ്യങ്ങൾ കളിച്ചാൽ അവസാനമായി ഞങ്ങൾ ഈ പൊടി കുടയുമെന്ന്. ഇന്ന് രാത്രി പണ്ടാരക്കോണത്തിരിക്കുന്ന ദൈവമക്കൾ എന്നോട് ചോദിക്കും, പക്ഷേ എന്താ പൊടി ഇവിടെ കുടയാത്തത്? എന്നാൽ ആ പൊടി ഇവിടെ കുടയുന്നതിന് മുമ്പ് ഒരു കൂട്ടം ഇവിടെ നെടുക്കപ്പെടാനുണ്ട്. ആരാ? യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. പണ്ടാരക്കോണമേ,
എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. അന്ത്യകാലം അവനത് കൊടയ സാംസൺ ആക്ഷൻ തീർന്നില്ല. സെക്കരിയ 14:12 വായിച്ചിട്ട് മോളെ അടുത്ത വാക്ക് വായിക്കാം. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. കിടക്കുന്ന ആറ്റമായുധം പൊട്ടിയാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും രാവിലെ സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളാ മനസ്സിലാക്കുക. സ്വോത്രം എന്താ സംഭവിച്ചത്? ആകാശത്തിൽ നിന്ന് 2 വിമാനം എനാകുള ബോക്സ് കാർ ലിറ്റിൽ ബോയ് വലിച്ചെറിഞ്ഞു. 400 ഡിഗ്രി സെന്റിഗ്രേഡിലാ വെള്ളം പഴുത്തത്. ചാടി കുഞ്ഞുങ്ങൾ കണ്ണ് അവിടെ പോയി. സ്വോത്രം. ഇവിടെ നല്ല മലയോര മേഖല. അജിപ്പാസ് 2 മിനിറ്റ് കടമെടുത്താലും കുഴപ്പമില്ല. കാസർഗോഡ് പണ്ടങ്ങാണ്ട് കശുമാവിനടിച്ചതാ എൻഡോസൾഫാൻ മനസ്സിലാക്കുന്നവർക്കായി. ആ കശുമാവെല്ലാം പെയ്ത്തോമുകാർ മുറിച്ച് മാസയോഗത്തിന് കഞ്ഞി വെച്ച് സന്തോഷമില്ലല്ലോ. ഇപ്പം കാസർഗോഡ് കശുമാവും ഇല്ല, കശുവണ്ടിയില്ല, ഒന്നുമില്ല. പക്ഷേ ഇന്നും കാസർഗോഡ് ജനിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ മോണ കവിള് ഇതെല്ലാം വലിയ സെക്രട്ടേറിയറ്റിൽ കൊണ്ട് ടെൻഡോസൽമാർ അടിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ കണ്ണ് തടത്തിൽ നിന്ന് ഉരുകിപ്പോകുന്നൊരു കാഴ്ച. അടുത്തത് അവരുടെ നാവ്. അവരുടെ വായ് എന്താന്ന് വെച്ചാൽ ഈ ആറ്റത്തിൻ്റെ ഇൻഫെക്ഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്തരീക്ഷം കൂടെ പറഞ്ഞാൽ നാവിനകത്ത് ചെറിയ കുരുപ്പ് വരും. അതിൻ്റെ പേരാ ചീഞ്ഞഴുകും മനസ്സിലാകുന്നവർക്കായി. മാർത്താണ്ഡത്തും തോവാളയും കരിങ്കല്ല് അങ്ങോട്ട് പോകുമ്പോൾ വൈകിട്ട് തമിഴ്നാട്ടുകാർ നല്ല മാങ്ങ പറിച്ചിടും. സ്വോത്രം. നമ്മൾ കരിങ്കല്ലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വൈകിട്ട് ഒരു തമിഴൻ പയ്യ് ഞങ്ങളുടെ കണക്ക് നിവി അടിക്കും. രാവിലെ കാട്ടാക്കട വരും, വെള്ളറുടെ വരും, കുന്നത്തുകാലി വരും, നെയ്യാറ്റിൻകര വരും, കോട്ടൂക്കോണം അൽഫോൻസ മാങ്ക. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തലേന്ന് അടിക്കുന്നതാ കുഞ്ഞമ്മാമ രാവിലെ പഠിക്കുന്നത്. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഈ ഇൻഫെക്ഷൻ നാവിനകത്ത് കുരുപ്പ് വരും. ലജ്ജാവതിയും പാടാൻ പറ്റത്തില്ല. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നാവ് പഴുത്തു പുഴുത്തു പോകും. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? ഇതുകൊണ്ട് സ്വർഗ ഫിലാഡൽഫിയ സഭയോട് പറഞ്ഞു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും ദൈവസഭയെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിന് മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ യേശു മടങ്ങി വരാറായി. ആത്മാവ് സഭകളോട് പറയുന്ന ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. തീർന്നില്ല. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ വരാൻ പോകുന്ന ഒരു രക്തമഴ. അടുത്തതൂടെ പറഞ്ഞുതരാം. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുകൂടെ പറഞ്ഞ ഇടവേള പിന്നെ 15 മിനിറ്റ് കൂടെ മതി. ഇന്ന് രാത്രി എന്താ രക്തമഴ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും കേട്ടാട്ടെ. 7 മരുഭൂമിയിൽ ആട്ടം പൊട്ടിക്കുന്നു. 1 അമേരിക്കയിലെ നൊവേദ, 2 ഇസ്രായേലിലെ സീനായ്, 3 ഇറാനിലെ കാഗിർ, 4 ചൈനയിലെ ബോബി, 5 അത് കഴിഞ്ഞിട്ട് റഷ്യയിലെ താഷ്കന്റ്, 6 പാകിസ്ഥാനിലെ പെഷവാർ, ഇന്ത്യ രാജസ്ഥാൻ ടാർ മരുഭൂമി. എവിടെ പോയി? മണലെവിടെ? ആറ്റം പൊട്ടിക്കുമ്പോൾ മണലിലാണ് പൊട്ടിക്കുന്നത്. ഇതൊരു നാടൻ ഭാഷ. കുന്നുപിള്ളയിലെ പണ്ടൊരു അപ്പച്ചൻ ചിരട്ടയെടുക്കും. പടക്കത്തിൻ്റെ ദീപാവലിക്ക് മേടിച്ച പടക്കത്തിൻ്റെ തിരി ചിരട്ടയുടെ കണ്ണിനകത്തൂടെ കയറ്റും. അപ്പച്ചൻ ഒരു ഓലക്കാൽ വെച്ച് ഒറ്റ തീ കൊടുക്കും. അപ്പച്ചൻ പുറകോട്ടും രണ്ടും കൂടെ മേലോട്ട് പോകും. ചിരട്ടയും പടക്കവും കൂടെ മേളിലെത്തുമ്പോൾ ടക്കെന്നൊരു സൗണ്ട്. പടക്കം അവിടെ തീരും, ചിരട്ട താഴെ വീഴും. സയൻസ് മനസ്സിലാകുന്നവർക്കായി. ആറ്റം പൊട്ടിച്ച മണലെവിടെ? എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആകാശത്തിൻ്റെ 1ാമത്തെ കമ്പാർട്ട്മെൻറ്റ് പഠിക്കുന്ന സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിൻ്റെ പേരാ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനകത്ത് 2 കാര്യം കിടപ്പുണ്ട്. 1 സൾഫർ, 2 ഫോസ്ഫറസ്. കരമുയരുന്നില്ലല്ലോ. ലോകത്തിൻ്റെ കാലത്ത് എവിടുന്നാ തീ ഇറങ്ങിയ അമ്മാമേ? ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും. കരമുയർത്തുന്നവർക്കായി അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷനാണ് സൾഫർ ഫോസ്ഫറസ്. ഇതായിരിക്കുന്നു 2 പാസ്റ്റർമാർ, എഡ്വിൻ പാസ്റ്ററും ക്രിസ്റ്റൽ രാജ് പാസ്റ്ററും ഒക്കെ ഇരിക്കുന്നു. ഞാനല്ല. ദാ കിടക്കുന്നു. ആകാശത്തിനകത്ത് ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ആകാശത്തിൽ. ISRO എത്ര ക്ലിയർ. ദാ പുറകെ കുഞ്ഞ് വായിക്കാൻ പോവുക. അങ്ങനെയെങ്കിൽ ഈ മണലൂടെ അവിടെ കയറി. ഇവിടെ +2കാർ, അത് കഴിഞ്ഞ് 10th കുഞ്ഞുങ്ങൾ. ഈ കോമ്പിനേഷൻ്റെ പേരോ ഏതാണെന്നറിയാമോ? 1 സൾഫർ, 2 സാൻഡ്, 3 ഫോസ്ഫറസ്. അതിനെ കെമിക്കൽ നെയിമായിട്ട് വിളിക്കുന്നത് നമ്മുടെ പരിശോധിക്കുക. ഫാത്തിമ സ്കൂളുകാരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ആ ഫാത്തിമ സ്കൂളിൽ ചെന്ന് ചോദിക്കണം. റൈഡോൺ ഇതിൻ്റെ കോമ്പിനേഷനാണ്. സൾഫർ, ഫോസ്ഫറസ്, അത് കഴിഞ്ഞിട്ട് സാൻഡ്. വരാൻ പോകുന്ന ഒരു രക്തമഴ. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്ത് നിന്ന് രക്തമഴ പെയ്യും. സജു ചാത്തന്നൂരല്ല, ദാണ്ട് സോമാലിയയിൽ രക്തമഴ പെയ്തു. ജലദുരന്തം ദാ കിടക്കുന്നു. ശ്രീലങ്കയിൽ 2016 രക്തമഴ. ബ്ലഡ് റൈൻ കണ്ടു. പ്രധാനമന്ത്രി മൻ കി ബാത്ത് നടത്തുമ്പോൾ കോവിഡിന് മുമ്പിട്ട് ഒരു കാര്യം പറഞ്ഞു. വായു ബഗനോ സുന്ന ചായേ അപ്പന ഉത്തർ ഭാരത് നോർത്ത് മേ ആയേഗാ കൂൻ കാ ബാരിഷ്. പറഞ്ഞത് സജു ചാത്തന്നൂരല്ല, മൻ കി ബാത്ത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു രക്തമഴ. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബ് കണ്ടവർക്കറിയാം. ഗലീല കടലിനകത്തും പെയ്തിറങ്ങിയെന്ന് രക്തമഴ. കടലിലെ വെള്ളം രക്തമായി. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ രക്തമഴ പെയ്തിറങ്ങാൻ പോകുന്നു. വായിക്കാം വെളിപ്പാട് പുസ്തകം 16:3 1ാമത്തെ ഇടവേള. വായിച്ചാട്ട് മോളെ. വെളിപ്പാട് 16:3. ഇതെല്ലാം താഴെ വീഴും. രക്തമഴ പെയ്യും. വെളിപ്പാട് 16:3.
3 കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ വായിക്കാം. രണ്ടാമത്തവൻ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. ആകാശത്തിന്റെ കിളിവാതിൽ തുറങ്ങും, പെയ്തിറങ്ങുന്ന മഴ സമുദ്രം. വായിക്കാം. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. വായിച്ചാട്ട്. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. കിടക്കുന്നത് വെള്ളം കുടിച്ച് മനുഷ്യൻ ചാവുമെന്ന്. അമീബ മസ്തിഷ്ക ജ്വരമല്ല, തിരുവനന്തപുരത്ത് അടിച്ചുകൊണ്ടിരിക്കുക അമീബ മസ്തിഷ്ക ജ്വരം. അതിന്റെ മൂത്ത ചേട്ടൻ രക്തവെള്ളം വരാറായി. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒന്നാമത്തെ ഇടവേള. കുന്നുവിള കുഞ്ഞമ്മാമയുടെ കിണറ്റിനകത്ത് ആരാ വെള്ളം കൊണ്ടൊഴിക്കുന്നത്? പരശുവക്കൽ പഞ്ചായത്തോ പാറശാല ബ്ലോക്കോ അല്ല, ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴ. നെയ്യാറിനകത്ത് എവിടാ വെള്ളം വരുന്നത്? പറഞ്ഞു തരാം. അഗസ്ത്യാറിൽ നിന്ന് എവിടാ? അഗസ്ത്യാർ മലയിൽ പെയ്യുന്ന മഴയാ നെയ്യാറിലെ വെള്ളം. അതാ മണ്ഡപത്തിൻ കട വഴി ബ്രായുമൂട് വഴി നിങ്ങളുടെ അതിർത്തി കൂടെ പോകുന്നത്. കരമനയാറ്, അരുവിക്കര, ഇവിടെ എല്ലാം രക്തവെള്ളം. തീർന്നില്ല. പൂവാറിലെ കടലിനകത്ത് എവിടെ? ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴ. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി നാട്ടുകാർ മാനസാന്തരപ്പെട്ടോടോ. കുന്നുവിള ഒരു അച്ഛനും അമ്മാമയും 5:30 കിണറ്റിൽ നിന്ന് വെള്ളം കോരാനിടങ്ങും. രാത്രി മഴ പെയ്ത് അറിയത്തില്ല, കോരുന്നത് രക്തവെള്ളം. 7:30 കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാൻ നോക്ക്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ? ടാപ്പ് തുറക്ക്. ശുദ്ധജല പദ്ധതി, കുടിവെള്ളം, ജപ്പാൻ കുടിവെള്ളം. അതിനകത്ത് രായ്മൂട്ടിൽ നിന്നോ നെയ്യാറിൽ നിന്ന് വരുന്ന രക്തവെള്ളം. എന്നാ വിചാരിക്കും പരശുവക്കലോട്ട് വന്നിടത്ത് പണ്ടാരക്കോണം തിരിയുന്നിടത്ത് ചിറയുണ്ട്, അവിടെ പോയി തുണിയിലക്ക. 9:30 ആക്റ്റീവായി അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താ കിടക്കുന്ന ഒരു രക്തവെള്ളം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ നാട്ടുകാർ കേട്ടോ, ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാപ്പി ഇടുന്നത് രക്തവെള്ളം, അത് കഴിഞ്ഞതിന് ശേഷം തുണി കഴുകുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തല വീഴുന്നത് രക്തവെള്ളം. ഇന്ന് രാത്രി ആ രക്തവെള്ളം അടുപ്പിൽ കാപ്പി ഇടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം തുണി അലക്കുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലതും നിവർത്തിയായി. പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്തു, യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി അപ്പച്ചാൻ വെച്ച് 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി ഭണ്ഡാരക്കോണമേ, ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്ക്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒന്നാമത്തെ ഇടവേള 15 മിനിറ്റിലേക്ക്. കഴിഞ്ഞ ഒക്ടോബർ 19 പോസ്റ്റ് ഇപ്പടി ഉരിപ്പുണ്ട്, പരശുവയ്ക്കൽ ഉരിപ്പുണ്ട്, കൊറ്റാമത്ത് ഉരിപ്പുണ്ട്, കുറുങ്കുട്ടിയിലുണ്ട്, ഇടിച്ചക്കപ്പിലാമോടിലുണ്ട്. പൾസ് പോളിയോ കണ്ട എത്ര പേരുണ്ട്? 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിനെ കൊണ്ടുവരൂ, 2 തുള്ളി പൾസ് പോളിയോ. അതിവിടെ പറഞ്ഞുതരാം. പോളിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് യഹൂദന, അവൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. അവനായി പോളിയോ കണ്ടുപിടിച്ച. എന്താ പോളിയോ? 5 വയസ്സിൽ താഴെയുള്ളൊരു കുഞ്ഞ് നമ്മുടെ വീട്ടിനകത്ത് കാല് മുടന്തി കിടക്കുവാൻ ഇന്ത്യയിലെ മോഡി സാറും കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ വീണ ജോർജ് സമ്മതിക്കുന്നില്ല. പാറശാല MLAയും പരസ്യം കൊടുക്കും, ഹരീന്ദ്രനാഥ് സാറ്, ആൻസലൻ സഖാവും പരസ്യം കൊടുക്കും. പോളിയോ. ഇവിടെ ഭണ്ഡാരക്കോണത്തൂടെ ഒരു ജീപ്പിനകത്ത് പഞ്ചായത്ത് കുഞ്ഞിനെ കൊണ്ടുവരൂ, പോളിയോ. 2 ചേച്ചിമാർ കുടയും പിടിച്ചുകൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ? ആര് കാണുന്നു? എവിടെ കാണുന്നു? സ്വോത്രം. നമ്മൾ മൊബൈൽ ഞെക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. 2 ചേച്ചിമാർ കുടയായിട്ടിരിക്കുക. എത്ര വീട്ടിലെ പരസ്യം കുഞ്ഞിനെ കൊണ്ടുവരൂ. അന്ന് ഭണ്ഡാരക്കോണത്തെ സുമ കുഞ്ഞുമായിട്ട് പോളിയോ എടുക്കാതെ പാറശാല ഷീലായി പോയി ചിക്കൻ കാലില്ല. പിന്നെ കർത്താവിനെ കുറ്റം പറയരുത്. സ്വോത്രം. നീ കൊടുക്കാനുള്ളത് നീ കൊടുക്കണം, മനസ്സിലാകുന്നവർക്കായി. അന്നേരം ചിക്കൻ കാലി ഇന്നാൻ പോകരുത്. സ്വോത്രം. അതെന്താ പോളിയോ? വരാന്ന കാലം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് മുടന്തി കിടക്കുന്നത് കാണുവാൻ ഇവിടുത്തെ ഭരണകൂടം അനുവദിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഭണ്ഡാരക്കോണത്തൊരു പോളിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാ പാപ്. പണ്ടാണക്കോണത്ത് ബാബു സഹോദരൻ, അവന് പാപമുണ്ട്. ആരാണ്ട് പറഞ്ഞ് നെയ്യാറ്റിങ്കര ആശുപത്രി ചെല്ല, ഫിസിഷ്യനെ കണ്ടു, സാറേ തുള്ളി മരുന്ന് വല്ലതും ഉണ്ടോ? കബ്സറ പഠിക്കുന്ന പോലെ പാപം മാറാൻ. അവനോട് പറഞ്ഞ് പുറത്ത് പോകാൻ, മനസ്സിലാകുന്നവർക്ക്. അപ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരുന്ന് ആരോണ്ട് പറയും, നീ പോയി പേരൂക്കട എങ്ങാണ് കടക്ക്, ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് എങ്ങാണ് ട്രിപ്പ് എടുക്കുമെന്ന്. അവൻ പേരൂക്കട ജനറൽ ആശുപത്രി പോയി. അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, 1 ആഴ്ച ട്രിപ്പ് ഇട്ടിട്ട് എൻ്റെ ബാബു ഒന്ന് മാറ്റാൻ പറ്റുമോ? ബാബുവിൻ്റെ അടുത്ത് കടക്ക് പുറത്ത്. അപ്പോൾ ആരാണ്ട് ഒരു മെഡിക്കൽ കോളേജ് ഒരു OP അവിടെ ഈ അപ്പൻഡിസെക്ടമി ഊരുന്ന പോലെ ചിലപ്പോൾ നിൻ്റെ പാപം
കാണും വലിച്ചെടുക്കുമെന്ന് സെക്ക് ചെയ്യുന്ന പതിയെ കീ ഗോളെങ്ങാനും ചെയ്തു. അവിടെ ചെന്ന് സർജനെ കണ്ടിട്ട് പറഞ്ഞു, സാർ കീ ഗോൾ വഴിയെങ്കിലും എൻ്റെ പാപം ഒന്ന് കട്ട് ചെയ്യാം സ്വത്രം. സർജൻ പറഞ്ഞു നടക്കത്തില്ല. അവസാനം ആരാണ്ട് പറഞ്ഞു, പൈസ പോയാലും വേണ്ടില്ല, RCC ചെല്ല്, നിൻ്റെ നെഞ്ചത്ത് ടോർച്ചടിച്ച് മെഗാ റേഡിയേഷൻ അടിക്കുമെന്ന്. അവിടെ ചെന്ന് റേഡിയോളജി ഡോക്ടറെ കണ്ട്, സാർ എൻ്റെ ചങ്കിനകത്ത് പാപമുണ്ട്, റേഡിയേഷൻ. ഇന്ന് രാത്രി പണ്ടാരക്കോണത്തെ ബാബുമോനെ, പാപത്തിന് കബ്സറമില്ല, പാപത്തിന് ആൻറ്റിബയോട്ടിക് ഇല്ല, പാപത്തിന് കീ ഹോളില്ല, പാപത്തിന് റേഡിയേഷൻ ഇല്ല. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങളൊരു വാക്സിന് 12ാമത് കൺവെൻഷനിൽ പരിചയപ്പെടുത്തുന്നു. അത് കോവാക്സിൻ അല്ല, കോവിഷീൽഡ് അല്ല, ജോൺസൺ ആൻഡ് ജോൺസൺ അല്ല, സെനാബീമല്ല. ആ വാക്സിൻ്റെ പേര് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. സഹോദരാ, സഹോദരി, ഇന്ന് രാത്രി മാതാവേ, പിതാവേ, അപ്പച്ച, അമ്മച്ചി എവിടെങ്കിലും ഇരുന്ന് രാത്രി പ്രസംഗം കേൾക്കുന്നെങ്കിൽ നിന്റെ അകത്ത് MDMA കഞ്ചാവോ മയക്കുമരുന്നോ ആത്മഹത്യയുടെ വിപത്തുകളോ ഉണ്ടെങ്കിൽ കരമുയർത്തി പറ, കാൽവറി രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. കരമുയർത്തുന്നവർക്ക് ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറന്ന് ചങ്കിനകത്ത് കർത്താവിൻ്റെ വചനം ഏറ്റെടുത്ത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾ മുമ്പ് കാൽവറി കുഞ്ഞാടാകുന്ന ക്രിസ്തു പരമയാഗമായെങ്കിൽ അവൻ്റെ രക്തമെന്ന വാക്സിനാൽ ഇന്ന് രാത്രി എൻ്റെ മദ്യപാനത്തെ കഴുകണം, എൻ്റെ കഞ്ചാവിനെ കഴുകണം, എൻ്റെ MDMA കഴുകണം. ഇന്ന് രാത്രി എൻ്റെ ആസക്തികളെ കഴുവാൻ കരുത്തുറ്റ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ ഇന്ന് രാത്രി ആര് കരമുയർത്തും നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. 1ാമത്തെ ഇടവേള സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കുഞ്ഞേ, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചു കൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ.